നൂറയ്ക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കി നിൽക്കുന്നവരൊക്കെ തന്നെ നൂറയ്ക്ക് പണി കൊടുക്കാൻ ചാൻസ് ഉള്ളവരാണ്. ബിന്നിയും ആദിലയും നൂറയുടെ കൂടെ നിൽക്കും, അവർ ചതിക്കൂല എന്ന് തന്നെ വെച്ചോ. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിന്നിക്കും അതുപോലെ ആദിലയ്ക്കും ഈ സാധനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൈക്കരുത്ത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണല്ലോ. അപ്പൊ അക്ബറിനെയും ജിഷിനെയും കൂടെ നിർത്തിയാൽ കൂട്ടത്തിലെ ഏറ്റവും കൈക്കരുത്തുള്ള രണ്ടുപേര് കൂടെ നിൽക്കും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. കൂട്ടത്തിൽ എന്തായാലും ആദില നൂറയ്ക്കെതിരെ പോവില്ല, അവർ ഒറ്റക്കെട്ടാണ്. കൂടെ ബിന്നിയും കൂടെ അങ്ങ് നിർത്തിയാൽ ഇവർക്ക് സുഖമായിട്ട് ടാസ്ക് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ വെറുതെ ഒരു നൂറയുടെ ഗെയിമിൽ നിന്ന് കൊടുക്കുന്ന ആളല്ല അക്ബർ എന്നതുകൊണ്ട് ഇതിനൊരു 50-50 ചാൻസേ ഉള്ളൂ. ഇനി അക്ബറിന് ഈ ഗെയിം എങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറിന് തൊഴിലാളികളെ എല്ലാവരെയും ആദിലയും ജിഷിനും ഒഴികെയുള്ള തൊഴിലാളികളെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് നൈസായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. കാരണം അവര് ഒരു അടി ബഹളം ഒന്നും ഉണ്ടാക്കണ്ട, ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു 30-35 ചെരുപ്പിനപ്പുറം ചെയ്യരുത്, മാക്സിമം സ്ലോയിൽ ചെയ്യണം. ഒരിക്കലും നൂറയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കുകയും ചെയ്യരുത്. നൂറ നോക്കുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നണം, പക്ഷെ ഒരിക്കലും 50 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തരുത്. ഇങ്ങനെയാണ് ഇവർ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അക്ബറിന് ഭയങ്കര സാധ്യതയായിരുന്നു ഈ ഗെയിം കളിക്കാൻ. ഇങ്ങനെ ഇവർ കളിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ എന്തായാലും ടാസ്കിന് ശേഷം കോയിൻ കൊടുത്തേ പറ്റൂ. നൂറ പലർക്കും കോയിൻസ് ഷെയർ ചെയ്യും. അതേ സമയത്ത് തന്നെ നൂറ അറിയത്തില്ല ഇവർ കൂടെ നിന്ന് പണിയുന്നത്. ടാസ്ക് അവസാനിക്കുമ്പോൾ മാത്രമേ ഇത് അറിയത്തുള്ളൂ. നൂറയുടെ പവറും നഷ്ടപ്പെടും, 3 ടാസ്ക് നൂറയ്ക്ക് ജയിക്കാനും പറ്റില്ല. അത് നൂറയ്ക്ക് വലിയ പണിയാവുമായിരുന്നു. ബിന്നി പറയുന്നുണ്ട് അക്ബർ കൂടെ നിർത്താത്തത് കൊണ്ടാണ് ബിന്നി പോയിട്ട് നൂറയുടെ കൂടെ നിന്നത്. അപ്പോൾ അക്ബർ അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ടൊരു കളി അക്ബറിന് കളിക്കാമായിരുന്നു. അത് അക്ബറും ഇവിടെ കളിച്ചില്ല, അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഫിസിക്കലിലായിട്ട് പോയത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ കളിക്കാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തോന്നിയ 1-2 ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. ഇതുക്കും മേലെ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഈ ഗെയിമിനകത്ത് ഉണ്ടാവും. അതൊക്കെ അകത്ത് വയ്ക്കുന്ന കണ്ടസ്റ്റൻസ് ആലോചിച്ച് കളിക്കണമായിരുന്നു. ഇവര് ഫിസിക്കിലേക്ക് പോകേണ്ട ഒരാവശ്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല.